ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, നമുക്കിന്ന് നോക്കാൻ പോകുന്നത് ഫൈലാണ്, മോണോളജി ആണ് നോക്കുന്നത്. നമ്മുടെ മൂഡ് എന്താണ്, നമ്മുടെ മൂണുമായിട്ട് റിലേറ്റഡ് ചെയ്ത് ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇപ്പോ വന്നേക്കുന്നത് ഫൈലാണ്, 3 ഫൈലാണ് വച്ചേക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഫയല് സെലക്ട് ചെയ്യുക. ഫയൽ 1, ഫയൽ 2, ഫയൽ 3 അങ്ങനെയാണ് വച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ കോയിൻ ആണ്, സെക്കൻഡ് വൺ പെന്നാണ്, തേർഡ് വൺ മണി പ്ലാൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അട്രാക്ഷൻ തോന്നുന്നത്, ഏതിനോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. നമുക്ക് നോക്കാം മോണോളജിയിൽ എന്താണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഫയൽ, അതായത് ഫസ്റ്റ് കോയിൻ സെലക്ട് ചെയ്തവരാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മൂഡ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതിൽ കാണുന്നത് ഷോ ദ വേൾഡ് ദ റിയൽ യു, എന്നാൽ ഫുൾ മൂൺ ഇൻ അക്യൂറിയസ് ആണ് കാണുന്നത്. അപ്പോ ഇതെന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് എന്ന് ദൈവം നിങ്ങളെ കാണിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് കാണുന്നത്. സെക്കൻഡ് വന്നേക്കുന്നത് ബ്ലൂ മൂൺ ആണ്. വെരി ഗുഡ്, അതായത് ഭയങ്കര നല്ലൊരു കാർഡാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ ആയിട്ടുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതിൽ കാണുന്നത്. വെരി ഗുഡ് കാർഡ്. തേർഡ് കാർഡ് വന്നിരിക്കുന്നത് സൗത്ത് നോഡ്, അതായത് ഡോൺ ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പാസ്റ്റില് എന്ത് തന്നെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ത് എനർജി ആണെന്ന് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് കാണിക്കാൻ സാധിക്കും. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, എന്തായ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നാണ് ഗോഡ് ഇവിടെ പറയുന്നത്. വെരി ഗുഡ് കാർഡ്സ് ഇൻ ഫസ്റ്റ് പൈൽ വൺ. വെരി നൈസ്. സെക്കൻഡ് റീഡിങ്, പെൻ സെലക്ട് ചെയ്ത ആരാണോ സെക്കൻഡ് പൈലായിട്ട് അവരുടെ കാർഡാണിത്. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. ന്യൂ മൂൺ ഇൻ സജിറ്റേറിയസ് ആണ്, അതായത് നിങ്ങളുടെ സൈഡിലാണ് ഇപ്പൊ ലക്ക് ഉള്ളത് എന്നാണ് പറയുന്നത്. ന്യൂ മൂൺ വന്നിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ലക്ക് വരും, അതാണ് കാണിക്കുന്നത്. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്, വാക്സിങ് സർട്ടൻ ന്യൂ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ സൈഡില് ഫെയ്ത്ത്, അതായത് നിങ്ങളുടെ ഡ്രീമിൽ എന്താണോ നിങ്ങൾ കാണുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കും. ഫെയ്ത്ത് നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണുന്നത്. തേർഡ് വന്നിട്ട് വാട്ട് ഡു യു നീഡ് ടു റിലീസ്, എന്താണ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാനുള്ളത്. നിങ്ങൾ എന്താണോ വിഷമിക്കുന്നത്, അത് നിങ്ങൾക്ക് എന്താണോ റിലീസ് ചെയ്യാനുള്ളത് അത് നിങ്ങൾ റിലീസ് ചെയ്യേണ്ട സമയമാണ്. ഹീലിംഗ്, മെഡിറ്റേഷൻ ഇത് യൂസ് ചെയ്യാം. മൂൺ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യില്ലേ, മെഡിറ്റേഷൻ ചെയ്യില്ലേ, അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, നല്ല കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൂൺ ഉള്ള ടൈമിൽ, അതായത് ഫുൾ മൂൺ വരുന്ന ടൈമിൽ നിങ്ങൾ അത് വെച്ചിട്ട് മൂണിന്റെ ടൈമിൽ നിങ്ങൾ പോയിരുന്നിട്ട് കറക്റ്റായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ നേടാൻ വേണ്ടി മനസ്സിൽ ചിന്തിച്ച് മൂണിനെ നോക്കുക. സോ അങ്ങനെ നിങ്ങൾ ആ ടൈമില് മൂന്നുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടാൻ സാധിക്കും എന്നാണ് കാണുന്നത്. സോ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ജസ്റ്റ് ട്രൈ ഇറ്റ്. തേർഡ് വന്ന മണി പ്ലാന്റ് ആണ്, മണി പ്ലാന്റ് ലീഫാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ തേർഡ് പൈൽ എന്താ കാണുന്നത് നോക്കാം. ഇൻ മോണോളജി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നത്തിങ് വിൽ കം ഓഫ് ദിസ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങള് ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ബ്രേക്ക് എടുക്കാൻ രീതിയിലാണ് ഈ പറയുന്നത്. കാരണം ഈ സിറ്റുവേഷനിലൊന്നും വരാൻ പോകുന്നില്ല എന്ന രീതിയിലാണ് ഇപ്പൊ കാണിച്ചേക്കണേ. പ്രോസ്പെരിറ്റീസ് ലൈസ് എഹെഡ്, ന്യൂ മൂൺ ഇൻ ടാറിസ്, പ്രോസ്പെരിറ്റീസ് വരും എന്നാണ് കാണുന്നത്. ഇൻ യു ആൻഡ് യുവർ ലവ്ഡ് വൺ ആർ സേഫ്, നിങ്ങളെ സ്നേഹിക്കുന്ന ആള്, അതായത് ന്യൂ മൂൺ ഇൻ ക്യാൻസർ ആണ് വന്നേക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ആളിനെ കുറിച്ച് എന്തെങ്കിലും വിഷമത്തിലാണെങ്കിൽ ആ വിഷമം മാറും, ആള് സേഫ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചിൽഡ്രൻസിനെ കുറിച്ച് വിഷമിച്ചിരിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ സുഖമില്ലായ്മയോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ദൂര സ്ഥലത്ത് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിലോ
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസിലോ കുഞ്ഞില്ലാഞ്ഞിട്ട് അങ്ങനത്തെ വിഷമത്തിലോ എന്തോ ഒരു ആരെയോ ഓർത്ത് നിങ്ങളുടെ ലൗഡ് ആയിട്ടുള്ള എന്തിനെയോ നിങ്ങൾ തിങ്ക് ചെയ്യുന്ന ടൈം ആണെന്നാണ് കാണുന്നത്. ന്യൂ മൂൺ ഇൻ ക്യാൻസർ. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ട് അവർ സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. ആരായാലും, ലവർ ആയാലും, ഹസ്ബൻഡ് ആയാലും, കുട്ടികളായാലും, പാരന്റ്സ് ആയാലും, ആരെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് അവര് സേഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നത്തിങ് വിൽ കം ഓഫ് ദി സിറ്റുവേഷൻ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, ഒന്നും സംഭവിക്കത്തില്ല. അതായത് ബാഡ് ആയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷൻ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ തിങ്കിങ് മാത്രമാണ്. ഒന്നും സംഭവിക്കത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ പറയാം. പ്രോസ്പെരിറ്റീസ് വരും എന്ന് തന്നെയാണ് കാണുന്നത്. സോ ഈ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ ഒന്നും നിങ്ങൾ കൈവിടരുത്. നിങ്ങൾ കീപ്പായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ദൈവമായിട്ട് കണക്ട് ചെയ്തിരിക്കുക, മൂന്നുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. സോ നിങ്ങൾക്ക് നല്ലത് തന്നെ വരുള്ളൂ. 3 റീഡിങ്സും നല്ലതാണ്. ഇതില് ഡക്ക് ഫസ്റ്റ് ഇത് വന്നേക്കുന്നത്, അതായത് ബോട്ടം വന്ന കാർഡ് പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റീസൊല്യൂഷൻ. അതായത് എന്ത് പേഴ്സണൽ ഇഷ്യൂസ് വന്നാലും അതിനൊരു സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ് കാണുന്നത്. ഫുൾ മൂൺ ഇൻ ക്യാൻസർ. വെരി ഗുഡ് റീഡിങ്. താങ്ക് യു മൈ വ്യൂവേഴ്സ്. നമുക്ക് നോക്കാം.